അച്യുതപദകമലം വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ കീ ജയ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിദീർഷദന്തബോധം സംസാരിണം കരുണയാഗ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് പ്രഥമസ്കന്ധം 17-ാം അധ്യായം ശ്ലോകം 7 വരെ എടുത്തു ഇല്ലേ? ഹരേ കൃഷ്ണ. 8 എടുത്തില്ലല്ലോ? ഹരേ കൃഷ്ണ. 7 വരെ എടുത്തുള്ളൂ. 7 വരെ. ഹരേ കൃഷ്ണ. നമ്മള് 7-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് കണ്ടതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും? എന്ത് ചെയ്യാണ്? ഋഷഭത്തോടെ ചോദിക്കുന്നു. ആരാണ് ചോദിക്കുന്നത്? പരീക്ഷിത് മഹാരാജാവ് അല്ലേ? അപ്പം താമരപ്പൂവിനെ പോലെ വെളുത്ത ഋഷഭം തന്നെയാണോ അങ്ങ്? അതോ ദേവനാണോ? 3 പാദങ്ങളും നഷ്ടപ്പെട്ടിരിക്കാൻ ഒറ്റക്കാലിൽ നിൽക്കുന്നു. ഞങ്ങൾക്ക് മനസ്താപം ഉണ്ടാക്കാനായി ഋഷഭ രൂപത്തിലുള്ള ഏതെങ്കിലും ദേവൻ വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് പറയുമ്പം പരീക്ഷിത് മഹാരാജ എങ്ങനെയാണ്, മറ്റുള്ളവർക്ക് എങ്ങനെയായിരുന്നു? പിതാമഹ സമ, എന്നാൽ പിതാമഹന് തുല്യമായിരുന്നു. അതുപോലെ സാമ്യപ്രസാദേ ഗിരിശോഭമ. പിന്നെയോ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ ആശ്രയ. അപ്പം പിതാമഹ സമനാണ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? യുധിഷ്ഠിരനെ പോലെയുള്ള ഗുണഗണങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന ആളാണ്. പിതാമഹ സമനായിട്ട് വന്നു. പിന്നെ സാമ്യ പ്രസാദേ ഗിരിശോഭമ, എങ്ങനെയാണ്? ബ്രഹ്മാവിനെ പോലെ സമചിത്തത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. പിന്നെയോ ശിവനെ പോലെ അത്യുദാരനായിട്ട് ഭക്തിയുള്ളവർ, അത്യുദാരനായി പ്രസന്നനായി തീരുന്നവർക്ക് എന്ന് വെച്ചാൽ സന്തോഷത്തോടെ അദ്ദേഹത്തെ വിളിക്കുന്നവർക്ക് അത്യുദാര മനസ്ഥിതിയോടുകൂടി എല്ലാം നൽകുന്നവനായിരുന്നു. പിന്നെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു. എന്താ? നാരായണനെ പോലെ എന്താണ് ആ എല്ലാവർക്കും ആശ്രയം, സർവാശ്രയ ഭൂതനായിട്ട് നാരായണനെ പോലെ നിൽക്കുന്ന ആ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നു. അപ്പൊ നമ്മള് ഓർത്തിരിക്കേണ്ട പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ പിതാമഹ സമനാണ്, സമയപ്രസാദേ ഗിരിശോഭമനാണ്,
പിന്നെയോ ആശ്രയ സർവഭൂതാനാം, എല്ലാവർക്കും ആശ്രയം അല്ലെ, സർവഭൂതാനാം യഥാ ദേവോരമ. ആരാണോ ആശ്രയം ആഗ്രഹിക്കുന്നത് അവർക്കെല്ലാം ആശ്രയം കൊടുക്കുന്ന നാരായണനെ പോലെയായിരുന്നു. അപ്പം കൂടാതെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള മഹാനായ എംപററായിരുന്നു, ചക്രവർത്തിയായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നെ സർവരെയും അദ്ദേഹം തോൽപ്പിക്കണം എന്ന് വെച്ചാൽ സർവരെയും തോൽപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു. അത് പഠിച്ചു. പിന്നെ പാണ്ഡവ വംശത്തിന്റെ പ്രസ്റ്റീജിനെ ഉയർത്തിക്കാട്ടിയ ആളായിരുന്നു. പിന്നെയോ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളായിരുന്നു. പിന്നെ കിങ്ലി ഓപ്പുലൻസസ് എല്ലാം ഉള്ള ആളായിരുന്നു. പിന്നെ ഈ പരീക്ഷിത് മഹാരാജാവ് എന്ന് പേര് കിട്ടാൻ കാരണം എന്താണ് എന്ന് പഠിച്ചു നിങ്ങള്? ഗർഭത്തിലായിരിക്കുമ്പോ തന്നെ ഭഗവാൻ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് പരീക്ഷിച്ച് എടുത്തതാണ് പരീക്ഷിത്ത് രാജാവിനെ. അവിടെ വെച്ച് ഭഗവാൻ എല്ലാം ഇതും കൊടുത്ത് രക്ഷിച്ചു. ഭഗവാൻ ഗർഭത്തിലേക്ക് പ്രവേശിച്ചിട്ട് തന്നെ അവിടെ വെച്ച് ഭഗവാനെ കാണാൻ ഇടയായി അല്ലെ, ഭഗവാന്റെ മനസ്സിൽ നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് അതേ ഛായയിൽ ആരെ കണ്ടാലും, ഒരു ചെറിയ ഛായയെങ്കിലും ആരിലെങ്കിലും, അതേ ഛായയിൽ ആരെയും കിട്ടത്തില്ല ഭഗവാനെ പോലെ, ആരെങ്കിലും ഒരു ചെറിയ ഛായെങ്കിലും എവിടെയെങ്കിലും തോന്നിച്ചാൽ അതെല്ലാം ഭഗവാനാണോ എന്ന് വളരെയധികം ശ്രദ്ധാപൂർവം പരീക്ഷിക്കും അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടാണ് പരീക്ഷിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? വിഷ്ണുരാധൻ എന്നായിരുന്നു. നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ പറയും, നമ്മൾ എന്താണ് വിഷ്ണുരാധൻ ബ്രഹ്മരാധനെ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ബ്രഹ്മരാധനും വിഷ്ണുരാധനും കൂടി ഇരുന്നാണ് എന്ത് ചെയ്യുന്നത്? ആരൊക്കെയാ? അശ്വതേ ഗോസ്വാമിയും പിന്നെ ആരാണ്? പരീക്ഷിത് മഹാരാജാവും. വിഷ്ണുരാധനും ബ്രഹ്മരാധനും രണ്ടുപേരുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും കൂടെയാണ് ഭാഗവതം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഭഗവാന്റെ പരീക്ഷത്തിന്റെ ജനനം മഹാ അത്ഭുതമാണ്. അപ്പം ഗർഭത്താൽ വളരെയധികം ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം സംരക്ഷിക്കപ്പെട്ട ആളാണ്. അവിടെ ഇവിടെ അദ്ദേഹത്തിന്റെ ആ മനസ്സ് അദ്ദേഹത്തിനുണ്ട്, കരുണ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പശുവിനെയും കളയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ഇത്രമാത്രം വേദനിക്കാൻ കാരണമായിരിക്കുന്നത്. അപ്പം ആരോടും കരുണ കാണിക്കുന്ന ആളായിരുന്നു പരീക്ഷിത്. പക്ഷെ അതിഗംഭീരനായിരുന്നു. എവിടെ കരുണ ഇല്ലാതെ മനുഷ്യർ പെരുമാറുന്നത് കണ്ടാൽ അവിടെയെല്ലാം അദ്ദേഹം ചാടി വീണ് അതിനെ എതിർക്കുന്ന ആളുകൂടി ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പം ഇവിടെ 7ാമത്തെ ശ്ലോകത്തിലെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ 8ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഹരേ കൃഷ്ണ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. നജാതു കൗരവേന്ദ്രാണാം ദോർദണ്ഡ പരിരംഭിതേ ഭൂതലേനു പതന്ത്യസ്മിൻ വിനാദേ പ്രാണിനാം ശുചഃ. നജാതു കൗരവേന്ദ്രാണാം ദോർദണ്ഡ പരിരംഭിതേ ഭൂതലേനു പതന്ത്യസ്മിൻ വിനാദേ പ്രാണിനാം ശുചഃ. ന ജാതു കൗരവ ഇന്ദ്രാണാം ദോർദണ്ഡ പരിരംഭിതേ ഭൂതലേ അനുപതന്തി അസ്മിൻ വിനാ തേ പ്രാണിനാം ശുചഃ. ഇത്രയും വാക്കുകളാണുള്ളത്. ന ജാതു, ഏത് സമയത്തും, ഏതൊരു ഒക്കേഷനിലും ഏതൊരവസരത്തിലും, ഞാൻ എന്ന് പറഞ്ഞാൽ അല്ല, ഇല്ല എന്നുള്ള അർത്ഥം അല്ല. കൗരവ ഇന്ദ്രാണാം എന്ന് വെച്ചാൽ കുരുവംശത്തിലെ രാജാക്കന്മാരുടെ എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. കുരുവംശ രാജാക്കന്മാരുടെ ദോർദണ്ഡ പരിരംഭിതേ, ദോർദണ്ഡ അവരുടെ ബാഹുക്കളുടെ കരുത്ത്, ദോർദണ്ഡ പരിരംഭിതേ സംരക്ഷിക്കപ്പെടുകയാൽ ഭൂതലത്തിൽ ഭൂമിയിൽ അനുപതന്തി എന്ന് വെച്ചാൽ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുക, അസ്മിൻ ഇതുവരെ, വിന രക്ഷിക്കുകയും, അതുപോലെ കൂടാതെ എന്തെങ്കിലും ആവശ്യം വന്നാൽ രക്ഷിക്കുകയും അല്ലെങ്കിൽ എതിർക്കേണ്ടി വന്നാൽ എതിർക്കുക. തേ നിന്നെ, പ്രാണിനാം ജീവാത്മാക്കളുടെ, ശുചഃ നയനങ്ങളിൽ അശ്രുകണങ്ങൾ, നയനങ്ങളിൽ എന്ന് വെച്ചാൽ ആ ഒരു ശുച
ആ ഒരു പറയുമ്പോഴേ അവിടെ പറയുമ്പം കണ്ണുകളിൽ അശ്രുഗണങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രാണികളുടെ നയനങ്ങളിൽ അശ്രുഗണം. പ്രാണിനാം ശുച. അപ്പം ന ജാതു കൗരവേന്ദ്രാണ ദോർദണ്ഡപരിരംഭിതേ ഭൂതലേ അനുപതന്തി അസ്മിൻ വിനാദേ പ്രാണിനാം ശുചഃ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന ജാതു കൗരവേന്ദ്രാണാം ദോർദണ്ഡ പരിരംഭിതേ ഭൂതലേ അനുവദന്ത്യസ്മിൻ വിനാദേ പ്രാണിനാശുജാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ന ജാതു കൗരവേന്ദ്രാണാം ദോർദണ്ഡ പരിരംഭിതേ ഭൂതലേ അനുപതന്തി അസ്മിൻ വിനാദേ പ്രാണിനാം സുജാ. ഹരേ കൃഷ്ണ. മതജി ഭൂതലേ അനുവദന്തി അസ്മിൻ അത്ര എടുത്തിട്ട് വിനാത്തെ പ്രാണിനാം ശുചക എന്നാലേ അവിടെ വൃത്തം ശരിയാവത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അനുവദന്തി അസ്മിൻ വിന എന്ന് പറയുമ്പം അവിടെ ലെറ്റേഴ്സ് മാറുന്നു, വൃത്തം ശരിയാകും. അസ്മിൻ വിനാ. അസ്മിൻ വിനാത്തെ പ്രാണിനാം ശുചക. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് വിവർത്തനം ഒന്ന് നോക്കാം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. ഗുരുദേവ് കി ജയ്. പ്രഭുപാദ് കി ജയ്. അനന്തകോടി വൈഷ്ണവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. വിവർത്തനം. കുരുവംശ രാജാക്കന്മാരുടെ കരുത്തുറ്റ കരങ്ങളിൽ സംരക്ഷിതമായ ഒരു രാജ്യത്തെ ദുഃഖത്തിൻ്റെതായ അശ്രുഗണങ്ങൾ താങ്കളുടെ നയനങ്ങളിൽ കാണുന്നത് ഇതാദ്യമായാണ്. ഇതുവരെയും രാജാവിന്റെ അശ്രദ്ധയാൽ ഭൂമിയിലെ ആരും ഒരിക്കലും കണ്ണീർ പൊഴിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം കൂടി വായിക്കാം, വളരെ കുറച്ചേ ഉള്ളൂ. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവന് സംരക്ഷണം നൽകുകയാണ് സർക്കാരിന്റെ പ്രഥമവും പ്രമുഖവും പരമവുമായ കർത്തവ്യം. അത്തരം കാര്യങ്ങളിൽ സർക്കാരിന് യാതൊരുവിധ വിവേചനവും പാടില്ല. കലിയുഗത്തിൽ നിർമ്മല ഹൃദയരായ ആത്മാക്കൾക്ക് സംഘടിതമായ മൃഗകശാപ്പുകൾ അഥവാ അറവുശാലകൾ കാണുന്നത് തന്നെ ഭീതി ഉളവാക്കുന്നതാകുന്നു. കാളയുടെ നേത്രങ്ങളിലെ അശ്രുക്കൾ ഹേതുവായി അനുതപിച്ചു കൊണ്ടിരുന്ന പരീക്ഷിത് മഹാരാജാവ് തന്റെ സാമ്രാജ്യത്തെ അത്തരമൊരു അഭൂതപൂർവമായ സംഭവം ദർശിച്ച് അത്ഭുത പരതന്ത്രനായി. ജീവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരും മൃഗങ്ങളും തുല്യ സംരക്ഷിതരായിരുന്നു. ആസ്തിക്ക് രാജ്യത്തിന്റെ രീതിയാണിത്. ഇവിടെ കുരുവംശ രാജാക്കന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കുരുവംശ രാജാക്കന്മാരുടെ അവരത്രമാത്രം പ്രജകളെ സംരക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രജകളോട് സ്നേഹമുള്ളവരായിരുന്നു. പ്രജകളെ എങ്ങനെയാണ് അവരുടെ കരുത്തറ്റ കൈകളിൽ വാക്കുകളാൽ ആ കൈകളിൽ അവരുടെ രാജ്യം സുരക്ഷിതമായിരുന്നു, പ്രജകളും സുരക്ഷിതരായിരുന്നു. അങ്ങനെയുള്ള രാജ്യത്തെ പ്രജ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? മനുഷ്യനെ മാത്രമല്ല. നമ്മൾ പ്രജ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനെ മാത്രമേ കണക്കാക്കുന്നുള്ളൂ. പക്ഷെ ഏതൊരു ജീവിയും ഏതൊരു ജന്തുവും എന്ന് വെച്ചാൽ ജന്തു എന്ന് പറഞ്ഞാൽ ആ ഒരു ശരീരം എടുത്ത് ഇവിടേക്ക് വന്നിരിക്കുന്ന ഏതൊരു ജീവിയും അതിനെ പ്രജയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പം ആ രാജാക്കന്മാരുടെ കരുത്തുറ്റ കരങ്ങളിൽ അവരെല്ലാം ഒരുപോലെ സംരക്ഷിതരായിരുന്നു, പ്രജകളെ എല്ലാം സംരക്ഷിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രജയുടെ മുഖത്ത് അല്ലെങ്കിൽ നയനങ്ങളിൽ അശ്രു കാണുന്നു, കണ്ണീര് കാണുന്നു. അപ്പൊ ആ രാജാക്കന്മാരുടെ അശ്രദ്ധ കൊണ്ടാണോ ഇങ്ങനെ വരുന്നത്? ഒരു പ്രജയും കണ്ണുനീർ പൊടിക്കേണ്ടതായ ഒരവസരം ഉണ്ടായിട്ടില്ല എന്നത് കണ്ടപ്പോൾ രാജാവിന് വളരെയധികം ആശ്ചര്യം തോന്നി. അപ്പം രാജാവിന്റെ പണ്ടുകാലത്ത് രാജാവാണ് ഭരിച്ചിരുന്നത്. ലോകത്തിന് മുഴുവനായിട്ടൊരു രാജാവാണ് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ആ ഒരു രാജാവിന്റെ സംരക്ഷണത്തിന് കീഴിലായിരുന്നു എല്ലാം. പ്രജകളെ എല്ലാം അതുപോലെ നോക്കി പരിപാലിച്ചിരുന്നു എന്ന് വെച്ചാൽ അവരെ എല്ലാം സംരക്ഷിക്കുന്ന എന്തൊക്കെ സാഹചര്യങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സംഘടിതമായ ഇങ്ങനെ ഇക്കാലഘട്ടത്തിൽ കാണുന്നത് പോലെ നമുക്ക് ആ കാലഘട്ടവും ഇക്കാലമായിട്ട് കമ്പയർ ചെയ്യാൻ വളരെ പ്രയാസമേറതാണ്. അപ്പൊ അവിടെ രാജാവിന് പ്രജകളുടെ സംരക്ഷണം പരമപ്രധാനമായിരുന്നു എന്നും അതുപോലെ കലിയുഗത്തിൽ അതിനൊക്കെ എന്നുവെച്ചാൽ രാജാവിന്റെ കാലം വരെയെങ്കിലും കലിയുടെ പ്രഭാവം ഉണ്ടാകാതിരിക്കാൻ രാജാവ് വളരെയധികം ശ്രമിച്ചിരുന്നു. പക്ഷെ അത് അവിടെ ഇവിടെയായിട്ട് കാരണം വരുന്നത് കലിയുഗമാണ്. അപ്പൊ അവിടെ ഇവിടെയായിട്ട് കലിയുഗത്തിന്റെ ലക്ഷണങ്ങൾ അന്നേ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ പക്ഷേ രാജാവ് അതിനെല്ലാം അടിച്ചമർത്തി കഴിഞ്ഞിരുന്നു എന്നും പറയുന്നു. എന്നിട്ട് ഇവിടെ ഇത് കണ്ടു എന്ന് അദ്ദേഹത്തിന് അത് കണ്ടിട്ട് തന്റെ സാമ്രാജ്യത്തിൽ ഇങ്ങനെയൊരു അവസരമോ എന്നോർത്തിട്ട്
അദ്ദേഹം അത്ഭുത പരതന്ത്രനായി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാ രീതിയിലും പ്രജകൾക്ക് സംരക്ഷണം നൽകത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടും തന്റെ രാജ്യത്ത് ഇങ്ങനെ ഒന്ന് നടക്കുന്നു എന്നോർത്ത് അദ്ദേഹം അത്ഭുത പരതന്ത്രനായി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ല ഒരു ഭഗവാന്റെ സാന്നിധ്യമുള്ള, ഭഗവാനെ വിശ്വസിക്കുന്ന ആസ്തിക്യ രാജ്യത്തിന്റെ. അപ്പൊ നാസ്തികരുമുണ്ട് ആസ്തികരുമുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ന് അറിയാം ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ ഭഗവാനെ വിശ്വസിക്കാത്തവരാണ് ഉണ്ട്, ഒരുപാട് പേര് ഭഗവാനെ വിശ്വസിക്കുന്നവരുമുണ്ട്. നമുക്കറിയാം ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും എന്തോ ഒരു തിരക്കാണ് അവിടെ. അപ്പൊ എത്രമാത്രം ഭഗവാനെ വിശ്വസിക്കുന്നവരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് പൊതുജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് എന്താണ്, കുറെ പേരൊക്കെ എന്താണ് ഈശ്വരത്തിനോട് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ നല്ല കർമ്മം ചെയ്യുന്നുണ്ട്, എന്റെ കർമ്മമാണ് ഏറ്റവും വലുത്, പിന്നെ എനിക്ക് ഈ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ല, എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, സർവ്വതും ശരിയാണ്, അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് ക്ഷേത്രം എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ആസ്തികരും നാസ്തികരും നമ്മുടെ സൃഷ്ടിയിലെല്ലാം തന്നെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ നാസ്തികരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആരിരുന്നു കൊണ്ടാണ് ഇത് പറയിപ്പിക്കുന്നത്? ഭഗവാൻ തന്നെ ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ ഇല്ല എന്ന്, ഭഗവാനെ വേണ്ട എന്ന് പറയിപ്പിക്കുന്നത്. അപ്പൊ അതിനും അവന്റെ കർമ്മങ്ങൾ കാരണം അവൻ അത് തോന്നുന്നെങ്കിൽ വേറൊരുത്തർക്ക് ഭഗവാനെ സർവാശ്രയഭൂതനായി കാണാൻ, ഭഗവാനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനും തോന്നിക്കുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നത്. അപ്പം അതേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനായിട്ട്. അപ്പൊ ഏതൊരു വ്യക്തിക്കും അപ്പൊ ആ ഒരു ഭഗവത് വിശ്വാസം ഇല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭഗവത് വിശ്വാസമുള്ളവർക്ക് അതേ രീതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പൊ നമ്മള് സംസാരിക്കുന്ന കലിയുഗമാണ്, അവിടെ സംസാര രീതികൾ വളരെ അരോചകമായി തോന്നാം. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെയധികം ശ്രദ്ധിച്ച് വേണം നീങ്ങാൻ എന്നുള്ള മുന്നറിയിപ്പിന് വേണ്ടിയാണ് ഈ കലിയുഗത്തെ കുറിച്ച് ഇത്രമാത്രം വിശദമായി നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒന്നാണ്. ഹരേ കൃഷ്ണ. നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. മാസൗരഭേയാത്ര ശുചോ വേദുതേ വൃഷലാദ്ഭയം മാരോദീരംഭഭദ്രം തേ ഖലാനാം മയി ശാസ്തരീം. മാസൗരഭേയാത്ര ശുചോ വേദുതേ വൃഷലാദ്ഭയം മാരോദീരംഭഭദ്രം തേ ഖലാനാം മയി ശാസ്തരീ. സൗരഭേയ അത്ര ശുചോ സൗരഭേയ അത്ര ശുചോ വേദു തേ വൃഷലാദ് ഭയം രോദീ അംബ ഭദ്രം തേ ഖലാന മയി ശാസ്തരി. അപ്പം സൗരഭേയ അത്ര ശുചഃ വേദു തേ വൃഷലാദ് ഭയം രോദീ അംബ. അവിടെ തിപ്പിരിക്കുന്നത് രോദീരംബ എന്ന് കിടക്കുന്നെങ്കിലും അവിടെ വിസർഗമില്ല, അവിടെ ചേർത്ത് പറഞ്ഞിരിക്കുക രോദീ അംബ ഭദ്രം തേ ഖലാന മയി ശാസ്തരി. എന്ന് വെച്ചാൽ അരുതേ, അതിനെ ഓപ്പോസിറ്റ് എതിർക്കുകയാണ്. സൗരഭേയ അല്ലയോ സുരഭീപുത്ര, അത്ര എന്റെ രാജ്യത്തിൽ, ശുച വിലാപം, വേദു കൈവെടിയുക, തേ അങ്ങയുടെ, വൃഷലാദ് എന്ന് പറയുന്നത് ഒരു ശൂദ്രനാൽ എന്നുള്ള അർത്ഥമാണ്. ഭയം എന്ന് വെച്ചാൽ ഭയത്തിന് കാരണമായുള്ളത്. അരുതേ എന്നതിനെ തടുക്കുന്നു. രോദി കരയുക, കരയരുതേ എന്ന് പറയാണ്. രോദി. അംബ എന്ന് പറയുന്നത് ഇവിടെ ഗോമാതാവിനെ പറയുന്നു. ഭദ്രം സർവമംഗളമായിട്ടുള്ളത്. തേ അങ്ങയ്ക്ക്, ഖലാന അസൂയാലുക്കൾ, ഖലന്മാർ അസൂയ വെച്ച് പുലർത്തുന്നവരെ, മയി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, ശാസ്തരി ഭരണാധികാരിയായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നുള്ള അർത്ഥമാണ് ശാസ്തരി ഭരണാധികാരി. അപ്പം സൗരഭേ യാത്ര ശുചോ വേദുതേ വൃഷലാദ്ഭയം രോദീരംഭഭദ്രം തേ ഖലാന മയി ശാസ്തരി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ വായിക്കട്ടെ. എന്താ ഹരേ കൃഷ്ണ. വായിക്കും മാതാജി. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ ഗുരുഭ്യോ നമഃ. മാ സൗരഭേ യാത്രേ ശുചോ വേത്തു തേ വൃഷലാദ്ഭയം മാരോധീരംബ ഭദ്രം തേ കലാനാം മയീ ശാസ്തരീം. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാ സൗരഭേ യാത്ര ശുചോ. ഹരേ കൃഷ്ണ. വേറെ വായിച്ചോളൂ. എന്തു പറ്റി ഇന്ന് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ? ഹരേ കൃഷ്ണ കാർത്തിക മാസം വന്നപ്പോഴേ എല്ലാരും ഉറങ്ങിപ്പോയോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാ സൗരഭേ അത്ര ശുചോ വേദുദേ വൃഷലാദുഭയം മാ ജ്യോതിരംബ ഭദ്രം തേ കലാനാം മയീ ശാസ്തരീ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മൗ ഹരേ കൃഷ്ണ. സൗരഭേ അത്ര സുജോ വേദുദേവ വൃഷലാദ്ഭയം മാരോധീരംബ ഭദ്രം തേ ഗലാനാം മയീ ശാസ്തരീ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം നമുക്കൊന്ന് വായിക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്. നിങ്ങൾ ആരെങ്കിലും പുസ്തകം കയ്യിരിക്കുന്നവരെന്ന് വായിച്ചട്ടെ വിവർത്തനം. ഹരേ കൃഷ്ണ മാതാജി വായിക്കട്ടെ. വായിച്ചട്ടെ. വിവർത്തനം. ശീലപ്രഭാത് കി ജയ്. ഹരേ കൃഷ്ണ. അല്ലയോ സുരഭീപുത്ര, അങ്ങ് ഇനി വിലപിക്കേണ്ട ആവശ്യമില്ല. ഈ നീചകുലജാതനായ ശൂദ്രനെ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. അല്ലയോ ഗോമാതാവേ, എല്ലാ അസൂയാലുക്കളെയും അടിച്ചമർത്തുവാനായും ഭരണാധിപനായും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങയ്ക്ക് വിലപിക്കേണ്ടതക്ക വിധത്തിലുള്ള യാതൊരു കാരണവും ഉണ്ടാകുകയില്ല. സർവ്വതും അങ്ങയ്ക്ക് മംഗളം ഉണ്ടാക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്താണ് ഈ സുരഭിപുത്ര എന്നിവിടെ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് ആർക്കും അറിയാം? അപ്പൊ നമ്മളെ സുരഭി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സുരഭി ദേവലോകത്തിലെ ഭഗവാന്റെ ഒപ്പമുള്ള ഗോമാതാവാണ്. അപ്പൊ അതിന്റെ വംശത്തിൽപ്പെട്ടവരാണ് ഭൂമിയിലെയും പൂക്കൾ എന്നുള്ളത് കൊണ്ടാണ് സുരഭി. അങ്ങനെയല്ലേ? ഹരേ കൃഷ്ണ. അതെ അതെ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോഴേ നമ്മളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിയെ നടത്തിയ അവസരത്തിലെ ഓരോ സൃഷ്ടി പ്രത്യേകം ഇങ്ങനെ നടത്തി വരുന്ന അവസരത്തിലെ അവിടെ പരമപുരുഷന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, അത് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിലും ഭഗവാനാണല്ലോ ഫലം തരുന്നത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു, തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സൃഷ്ടി നടത്തിയപ്പോഴേ ആത്മീയ ലോകത്തിൽ സൃഷ്ടിച്ച ഗോക്കളുടെ മാതാവിനെയാണ് ഇവിടെ സുരഭി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതേ വളരെ അതിന്റെ രൂപഭാവത്തിലൊക്കെ പ്രത്യേകതയോടുകൂടിയാണ് അതിനെ സൃഷ്ടിച്ചത്. അപ്പൊ ഇന്ന് അതേ രൂപഭാവത്തിലും എല്ലാമാണ് ഗോക്കളെയും ഭൂമിയിൽ സൃഷ്ടിച്ചത്, വ്യത്യാസമില്ലാതെ. കാരണം അവിടെ സുരഭിയെ സൃഷ്ടിച്ചെങ്കിൽ ഗോക്കളെ ഇവിടെ സൃഷ്ടിച്ചു. ആ ഗോക്കളെല്ലാം സുരഭിയുടെ രൂപത്തിലും ഭാവത്തിലും പശുക്കളെ ഇവിടെ സൃഷ്ടിച്ചിരുന്നു. ആ സുരഭിയെയും കൊണ്ടാണ് ഇവിടെ ഗോവിന്ദ പട്ടാഭിഷേക സമയത്ത് അവിടെ വരുന്ന ഇന്ദ്രൻ വരുന്ന എവിടെ, എന്താണ് അതിനുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്? സുരഭിയെ കൊണ്ടുവന്നു ഇന്ദ്രൻ എന്നൊക്കെ പറയുന്നില്ലേ നമുക്ക്? എന്താണ്? ഗോവർദ്ധന ഉയർത്തി നിന്നപ്പോഴേ അല്ലേ ഭഗവാനെ എതിർക്കാൻ ഇന്ദ്രൻ ശ്രമിക്കുന്നു. ആ ശ്രമം പാഴായി. ഇന്ദ്രന് ഭയമായി. കാരണം ഭഗവാനാണെന്ന് അറിയാതാണ് എതിർത്തത്. ആ സമയത്ത് എന്താ വെച്ചാൽ വൃന്ദാവനത്തെ തുടച്ചു കളയാനായിട്ട്, വൃന്ദാവനത്തെ ഇല്ലാതാക്കാനാണ് ഇന്ദ്രൻ ശ്രമിച്ചത്. ഇന്ദ്രന് മനസ്സിലായില്ല ഭഗവാൻ ഇങ്ങനെ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, എന്താണ് കൂട്ടുകാരുമൊത്ത് വൃന്ദാവനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇതാണോ ഭഗവാൻ എന്ന് തോന്നിച്ചു പോയി അദ്ദേഹത്തിന്റെ മനസ്സിൽ. അപ്പൊ അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തെ എതിർത്തു. അദ്ദേഹത്തിന് വേണ്ടി ആ വൃന്ദാവനത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? അതിനെ സംരക്ഷിച്ചു. അപ്പൊ ആ സംരക്ഷ കണ്ടപ്പോഴേ ഇന്ദ്രന് ഭയമായി. താൻ ഇത്രയും തെറ്റാണോ ചെയ്തത് എന്ന് ഓർത്തുകൊണ്ട് ആ ഇന്ദ്രൻ എന്ത് ചെയ്തു? തന്നെ ഭഗവാന്റെ മുന്നിൽ വരാൻ ഭയന്നുകൊണ്ട്, കാരണം ഗോബ്രാഹ്മണ ഹിതായച എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ ആ ഗോക്കളോടും ബ്രാഹ്മണരോടും ഭഗവാനുള്ള ഏറ്റവും വലിയ ഇഷ്ടം അറിയാവുന്നത് കൊണ്ട് ഒരു ഗോമാതാവിനെയും കൊണ്ടാണ് ഇവിടെ വരുന്നത്.
അങ്ങനെ ഗോമാതാവിനെയും കൊണ്ടുവന്ന് ഭഗവാനെ എന്ത് നടത്തുന്നുണ്ട്? അഭിഷേകം നടത്തുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എന്ത്? സുരഭി അല്ലെങ്കിൽ ഗോവർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ സുരഭിയുടെ വംശത്തിൽപ്പെട്ട ആളാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? വിഷമിക്കുന്നതായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം എല്ലാ അസൂയാലുക്കളായുള്ള ആൾക്കാരെയും അടിച്ചമർത്തുന്നവനാണ്, ഏറ്റവും നല്ലൊരു ഭരണാധികാരിയാണ്. അങ്ങനെയുള്ള നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പിതാമഹ സമ എന്ന് പറഞ്ഞു അല്ലെ. നാരായണന് തുല്യനാണ്, ശിവന് തുല്യനാണ്, ബ്രഹ്മാവിന്റെ ചില ഗുണഗണങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങേക്ക് കരയത്തക്ക രീതിയിലുള്ള അഥവാ വിലപിക്കത്തക്ക രീതിയിലുള്ള യാതൊരു കാരണവും ഉണ്ടാകുകയില്ല എന്നും പറയുകയാണ് ആരെ? പരീക്ഷിത് മഹാരാജാവേ. അപ്പം സുരഭീപുത്ര എന്നാണ് വിളിക്കുന്നത്. അതിന്റെ കണ്ണിൽ കണ്ട കണ്ണുനീര്. അതുകൊണ്ട് നീ എന്തിനാണ് വിലപിക്കുന്നത്? നീ എന്തിനാണ് ഈ നീചകുലജാതനായ ശൂദ്രനെ ഭയപ്പെടേണ്ടത് എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരാം, നീചകുലജാതനുമായിട്ട് ഭഗവാൻ അവിടെ എന്താണ് പാർഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കാം. പക്ഷെ അതാണ് വർണ്ണാശ്രമ ധർമ്മത്തിന്റെ പ്രത്യേകത. ഓരോ വർണ്ണാശ്രമ ധർമ്മത്തിൽ ഓരോ വിഭാഗക്കാർക്കും അവൻ്റെതായ കർത്തവ്യങ്ങൾ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞു, കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ബ്രാഹ്മണൻ സമൂഹത്തിലെ ഉന്നത കുലജാതരായ ബ്രാഹ്മണർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പം ജാതി നോക്കിയുള്ളതല്ല എന്നുള്ളത്. അപ്പൊ അവരുടെ കർത്തവ്യങ്ങൾ അവര് നിറവേറ്റണം. ഇവിടെ എന്താണ്? ശൂദ്രനായിട്ട് ജനിച്ചാൽ ആ ശൂദ്രന്റെ കർത്തവ്യം, അതിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉയർന്നു വരാൻ കഴിയും. എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ കൂടി നമുക്ക് ഉന്നതി പ്രാപിക്കാൻ കഴിയും. അപ്പൊ ശൂദ്രനാണെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ ശൂദ്രൻ ഇവിടെ ചെയ്യുന്ന അധർമ്മമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അധർമ്മം കാണിക്കുന്ന ശൂദ്രനും ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് താൻ ചെയ്യേണ്ട കർത്തവ്യമാണിതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നവരും. ഇപ്പൊ നമ്മളറിയാം ഇന്ന് കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രരാണെന്ന് പറയും. എന്തുകൊണ്ടാ? നമ്മളെല്ലാം ജോലി ചെയ്തും ഏതെങ്കിലും വേലകൾ ചെയ്ത് അതിന്റെ ശമ്പളം പറ്റി ജീവിക്കുന്നവരായതുകൊണ്ട് എല്ലാവരെയും ശൂദ്രരെന്ന് പറയുന്നു. അപ്പം ശൂദ്രരായാലും ശരി, ശൂദ്രൻ ചെയ്യുന്ന ധർമ്മത്തിൽ അഥവാ കർമ്മത്തിൽ അടിയുറച്ച് നന്നായി പോകണമെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ അവനും ആ ഗതിയിൽ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശൂദ്രരെ ഇവിടെ നിൽക്കുന്ന ഈ നീചകുലജാതനായ ശൂദ്രനെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഇപ്പം അവന്റെ മനസ്സ് തന്നെ മോശമായതുകൊണ്ടാണല്ലോ ഒരു സുരഭി വർഗത്തിൽപ്പെട്ട ഒരു കാളയെ അടിക്കാൻ തയ്യാറായി അതിനെ വേദനിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയാൻ കാരണം. അപ്പം ഇനി ഗോമാതാവിനോട് എന്താ പറയുന്നത്? ഞാന് അസൂയാലുക്കളെയും അടിച്ചമർത്തുന്നവനാണ്. അതുപോലെ അങ്ങനെയുള്ള ഞാന് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങേക്ക് കരയേണ്ടതായിട്ട് വരികയില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ പിന്നെ അങ്ങനെ ആത്മീയ ലോകത്തിലുള്ള സുരഭി ഗോക്കളുടെ അതേ രൂപത്തിൽ ഭാവത്തിലും പശുക്കളെയും ഭഗവാൻ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ഭഗവാന്റെ സൃഷ്ടിയെ ഉപദ്രവിക്കാൻ പാടില്ല. ഉപദ്രവിക്കുന്നവരെ അദ്ദേഹം ഉപദ്രവിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പം എല്ലാം പിന്നെ പാലിന്റെ പ്രത്യേകതകൾ ഇവിടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ അതിനകത്തെ പാൽ ഉപയോഗിക്കാൻ മനുഷ്യരൊക്കെ മടിക്കുന്നുണ്ട്. എങ്കിലും വേണ്ട രീതിയിൽ അതേ രീതിയിൽ അത് ഉപയോഗിക്കുന്നവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. അപ്പൊ അതുപോലെ അത്ഭുതകരമായ സർവവിധ പോഷക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ദിവ്യാഹാരമാണ്. അത് പാനം ചെയ്ത് എന്താണ് ആ ഭൂമിയിലെ ജനങ്ങളെ മുഴുവൻ ആരോഗ്യമുള്ളവരാക്കി മാറ്റുന്ന അങ്ങയെയാണോ ഇവിടെ അടിക്കാൻ തയ്യാറായി നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പരീക്ഷിത് മഹാരാജാവും പാണ്ഡവരും ഗോക്കളുടെയും ഋഷഭത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധമുള്ളവരായിരുന്നു. ആകയാൽ ഗോക്കളുടെ വധിക്കുന്നവർക്ക് വധശിക്ഷ ഉൾപ്പെടെ എല്ലാ ശിക്ഷകളും നൽകാൻ അവർ സന്നദ്ധരായിരുന്നു. അപ്പം അന്ന് ഗോവധം ഇന്നും എന്താണ് ചില സ്ഥലങ്ങളിലൊക്കെ ഗോവധത്തെ കുറിച്ച് വിലപിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ ഇന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
അപ്പൊ ഇവിടെ പ്രഭാതര് പറഞ്ഞേക്കുന്ന ഗോസംരക്ഷണത്തിനായി മുറവിളി നടക്കുന്നുണ്ടെങ്കിൽ ധാർമ്മികമായ ഭരണത്തലവന്മാരുടെയും അതാണ് യുക്തന്മാരായ നിയമവ്യവസ്ഥയുടെയും അപര്യാപ്തത കൊണ്ട് അത് വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഗോക്കളെ സംരക്ഷിക്കണം, ബ്രാഹ്മണ സംസ്കാരത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, അതുപോലെ നമ്മൾക്ക് അവരോട് കൃപയുണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടായാലാണ് ഭഗവാനെ നമ്മളിൽ കരുണ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്നും തുളസി മഹാറാണിയെ വർഷിപ്പ് ചെയ്യുന്നു അല്ലെ. അപ്പം പ്രകൃതിയിൽ കാണുന്ന ഭഗവാൻ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കരുതിയിട്ടുള്ള അവരെ എല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഗോക്കൾക്ക് വേണ്ടി നമ്മുടെ ഇവിടെയാണ് ഇങ്ങനെ ഗോക്കളോട് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ ഗോക്കളെ എത്ര കാര്യമായിട്ടാണ് അവർ പൂജിക്കുന്നത്. അപ്പൊ ഒരു വീട്ടിൽ ഇപ്പം വിദേശത്തൊക്കെ ആണെങ്കിൽ പോലും അവർ താമസിക്കുന്നതെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ അവർ ആ വീട്ടിൽ പോയി അതിന് വേണ്ട വിധത്തിലുള്ള ആഹാര സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയും അതിനെ പൂജിക്കുകയും അതിനെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണുകയും ചെയ്യുന്നുണ്ട്. ഭഗവാൻ അന്ന് തുടങ്ങി വെച്ച ആ ഒരു ഭഗവാനാണ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരിത് അപ്പം ഗോക്കളെ കശാപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പം മനുഷ്യർക്കെല്ലാം എന്താണ് വേണ്ടത്? മാംസം വേണം. അല്ലാതെ കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊന്നും സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെ എതിർക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രവിധിയെന്നും ഭഗവാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് വെച്ചാൽ വളരെ കാര്യമായി വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് ഗോക്കളെ. അഥവാ കാണുന്നിടത്ത് നമ്മൾ വർഷിപ്പ് ചെയ്യണം, നമ്മൾ ആരാധിക്കണം. അപ്പം രണ്ട് കാര്യങ്ങളെയാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്നും ഗോ ബ്രാഹ്മണ ഹിതായച്ച, പശുക്കളെയും ബ്രാഹ്മണരെയും എന്ന് വെച്ചാൽ ബ്രാഹ്മണർ ബ്രഹ്മത്തെ അറിയുന്നവൻ, പിന്നെ സുരഭി വർഗത്തിൽപ്പെട്ട ഗോക്കള് അത് നമ്മുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരേ ഒരു ഇതാണ്. കാരണം ബാക്കി എല്ലാത്തിനും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്, എന്ന് വെച്ചാൽ ഒരുപാട് കുറവുകളുണ്ട്. ഇത് മനുഷ്യനെ ജീവിതത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ഏറ്റവും അത്യാവശ്യമായ പാല് തരുന്നത് ഗോമാതാവായതുകൊണ്ട് ആ ഗോമാതാവിനെ വളരെയധികം ശ്രദ്ധയോടുകൂടിയും വളരെയധികം ഭക്തിയോടുകൂടിയും നമ്മൾ ആരാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ മനുഷ്യർക്ക് വേണ്ടി നൽകിയതാണ് ഗോക്കളെയും. അതുപോലെ പിന്നെന്തിനാണ് ഈ ബ്രാഹ്മണരെ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ബ്രാഹ്മണരെ പറയാൻ കാരണം എന്താണ്? ഗോക്കള് പാല് നൽകുന്നുണ്ട്, ബ്രാഹ്മണരോ യജ്ഞങ്ങൾ നൽകാൻ. യജ്ഞം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള യജ്ഞം ഇല്ലാതെ സമൂഹം ശരിയാകുകയില്ല എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അല്ലെ. യജ്ഞോ വൈ വിഷ്ണു എന്നാണ് പറയുക. അപ്പൊ ആ യജ്ഞത്തെ നടത്തിക്കൊണ്ടു പോകുവാനും അതുപോലെ സമൂഹത്തിൽ അത്യാവശ്യമായ ഉപദേശങ്ങൾ നൽകി സമൂഹത്തെ അധപ്പതനത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട ചുമതലയും ആർക്ക് കൊടുത്തിരിക്കുന്നത്? ബ്രാഹ്മണർക്കാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണ്. പക്ഷെ ഇന്നിപ്പം ബ്രാഹ്മണരെ കാണാൻ കിട്ടില്ല. കാരണം എന്താ? അവരും ശൂദ്രസ്ഥിതിയിലേക്ക് അധപ്പതിച്ചു പോയി. കാരണം അവരും ഇന്ന് മറ്റുള്ളവരുടെ കരുണയാൽ ശമ്പളം വാങ്ങിച്ച് ജീവിക്കാനേ അവർക്കും കഴിയുന്നുണ്ടോ. അപ്പം വേണ്ട രീതിയിൽ ധർമ്മരായ ഭരണത്തലവന്മാരിന്നില്ല, വേണ്ട രീതിയിലുള്ള നിയമവ്യവസ്ഥ ഇന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞത് കൊണ്ടാണ് പശുവിനും കാളയ്ക്കും സംരക്ഷണം ലഭിക്കാതെ പോയതെന്നും പശുവിന്റെയും കാളയുടെയും പ്രാധാന്യം മാനവ സമൂഹം അറിയേണ്ടതാണെന്നും ശ്രീല പ്രഭുപാദര് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ആ ശ്ലോകം പ്രത്യേകിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ അതേക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 10ഉം 11ഉം. യസ്യ രാഷ്ട്രേ പ്രജാ സർവ തത്രസ്യന്തേ സാത്വസാധ്വിഭിഃ തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർഭഗോ ഗതിഃ യേഷ രാജ്ഞാം പരോ ധർമ്മോ ഹ്യർത്ഥാനാമാർത്തി നിഗ്രഹഃ അതയേനം വദിഷ്യാമി ദ്രുതദ്രുഹസ്മസത്തമം. യസ്യ രാഷ്ട്രേ പ്രജാ സർവ ത്രസ്യന്തേ സാധ്വസാധ്വിഭിഃ തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർഭഗോ ഗതിഃ യേഷ രാജ്ഞാം പരോ ധർമ്മോ ഹ്യർത്ഥാനാമാർത്തി നിഗ്രഹഃ അതയേനം വദിഷ്യാമി അസത്തമം. അതിലെ വേർഡ്സ് നമുക്ക് നോക്കാം. 4 ലൈൻസ് അടുപ്പിച്ചാണ് തന്നിരിക്കുന്നത്. യസ്യ രാഷ്ട്രീ
ഏതൊരു രാജ്യത്താണോ യസ്യ രാഷ്ട്രീയ, രണ്ടായിട്ട് നമുക്ക് പിരിക്കാം. യസ്യ രാഷ്ട്രീയ, ഏതൊരു രാജ്യത്താണോ പ്രജാ സർവ, പ്രജകള് ശരീരം എടുത്തിട്ടുള്ള ആൾക്കാര്, രാജ്യത്തെ പ്രജ സർവ എല്ലാവരും, പിന്നെ ത്രസ്യന്തേ, ത്രസ്യന്തേ നമ്മള് മലയാളത്തിലുള്ള വാക്ക, എന്താ ഭയപ്പെടുക, ത്രസ്യന്തേ. പിന്നെ സാധ്വി, സാധ്വി എന്ന് പറഞ്ഞാൽ അല്ലയോ പുണ്യവതിയായ സ്ത്രീ എന്നുള്ള അർത്ഥമാണ് സാധ്വി. അസാധുഭിഹി, അസാധുഭിഹി എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരാൽ, സാധുക്കളല്ലാത്തവരാൽ, തസ്യ മത്തസ്യ നശ്യന്തി, തസ്യ എന്ന് വെച്ചാൽ അവിടുത്തെ, അവിടുന്നിന്റെ എന്നൊക്കെ പറയും. തസ്യ അദ്ദേഹത്തിന്റെ, ഭഗവാന്റെ, മത്തസ്യ മത്തന്മാരായിട്ടുള്ള എന്ന് വെച്ചാൽ എന്താണ്, ഏതൊരു കാര്യത്തെക്കുറിച്ചും അനാവശ്യ സ്വപ്നം കണ്ടുകൊണ്ട് വ്യാമോഹിതരായി നടക്കുന്നവന്മാരായ ആൾക്കാരുടെ, മത്തസ്യ നശ്യന്തി, നശ്യന്തി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു, മലയാള വാക്ക് തന്നെയാണ് നശ്യന്തി. തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർ ഭഗോ ഗതിഹി, കീർത്തി, കീർത്തി എല്ലാവർക്കും മലയാളത്തിലെ കീർത്തി യശസ് തന്നെ, കീർത്തി തന്നെ. ആയുഹു, കീർത്തി, കീർത്തിരായു എന്ന് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. കീർത്തി, ആയുഹു, ഭഗ, അത് 3 വാക്കുകളായിട്ട് അതിനെ പിരിക്കണം. കീർത്തി, ആയുഹു, ഭഗ. കീർത്തി എന്ന് വെച്ചാൽ കീർത്തി, നമ്മുടെ മലയാളത്തിലെ കീർത്തി തന്നെ. ആയുഹ് എന്ന് പറഞ്ഞാൽ ആയുസ്, ഭഗ എന്ന് പറഞ്ഞാൽ ഭാഗ്യം. 3 വാക്ക് എന്തൊക്കെയാ? കീർത്തി, ആയുസ്, ഭാഗ്യം. കീർത്തിരായുർ ഭഗോ ഗതിഹി, ഗതി എന്ന് വെച്ചാൽ ഇനി നമ്മൾ അടുത്തൊരു ഗതിയിലേക്കാണോ പോകുന്നത്, നമ്മുടെ ഗതി എന്താണ്, ഇനിയും വരാൻ പോകുന്ന ഗതി എന്താണ്, ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു, ഇനിയും നമുക്ക് അടുത്ത ഗതി എന്താണ് എന്ന് വെച്ചാൽ അടുത്ത ജന്മത്തിൽ നമ്മൾ ആരാകും, അടുത്ത അങ്ങനെ പുനർജന്മം കിട്ട ഗതി. പിന്നെ എന്താണ്? യേശ രാജ്ഞാം പരോധർമ്മോ, യേശ അവയെല്ലാമാകുന്നു, യേശ ഇവ ഓരോന്നും എന്ന് വേണേലും പറയാം, ഇവ ഓരോന്നും. യേശ രാജ്ഞാം, രാജ്ഞാം ഇവിടെ രാജാക്കന്മാരുടെ, പരോധർമ്മോ, പരോധർമ്മോ മീൻസ് പരമമായ, പരഹ പ്ലസ് ധർമ്മഹ, അതാണ് പരോധർമ്മം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. പരഹ എന്ന് പറഞ്ഞാൽ പരമമായ, ഏറ്റവും ഉന്നതമായ, ധർമ്മോ, അവിടെ ധർമ്മം എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതമായ ധർമ്മം എന്നുള്ള അർത്ഥമുള്ളൂ. ധർമ്മ ഹി എന്ന് വെച്ചാൽ നിശ്ചയമായും, ഒരുപാടടുത്ത് നമ്മളിപ്പോ ഹി പഠിച്ചു, ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് സംസ്കൃതമാണെങ്കിലും ഓർത്തിരിക്കാൻ കഴിയും അല്ലെ. ഹി എന്ന് വെച്ചാൽ ഇൻഡീഡ്, നിശ്ചയമായും. ആർത്ഥാന, ആർത്തന്മാരാരാണ്? ദുഃഖിതർ. ആർത്ഥാന, ആർത്തി അവരുടെ അനുഭവങ്ങളെ, ദുരിതം നിറഞ്ഞ ദുഃഖിതരുടെ ദുരിതം നിറഞ്ഞ അനുഭവങ്ങളെ. നിഗ്രഹ, നിഗ്രഹ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. അപ്പം ആ വാക്കിനെ ഒന്ന് നമുക്ക് പിരിക്കണം. എങ്ങനെയാണ്? ഹി ആർത്ഥാന ആർത്തി നിഗ്രഹ, ഒന്നിച്ച് പറഞ്ഞിരിക്കുക. ഹി ആർത്ഥാന ആർത്തി നിഗ്രഹ. അപ്പം ഹി ആർത്ഥാന ആർത്തി നിഗ്രഹ, അങ്ങനെ പിരിക്കുന്നു. അവിടെ നിന്ന് അത് ഏനം വധിഷ്യാമി, അത് ഏനം വധിഷ്യാമി, അതാന്ന് വെച്ചാൽ അതുകൊണ്ട്, ഏനം ഈ മനുഷ്യൻ, വധിഷ്യാമി ഈ മനുഷ്യനെ ഞാൻ വധിക്കും, ഈ മനുഷ്യൻ വധിക്കാൻ അർഹനാണ്, അതുകൊണ്ട് ഞാൻ വധിക്കും. പിന്നെ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂതദ്രുഹം അസത്തമ, അത് ഒന്ന് പിരിച്ചു പറഞ്ഞാട്ടെ. അപ്പം ഭൂതദ്രുഹം എന്ന് പറഞ്ഞാൽ മറ്റ് ജീവലാലങ്ങളെ ദ്രോഹിക്കുക, മറ്റ് ജീവികളെ ദ്രോഹിക്കുക. ഭൂതദ്രുഹം. അസത്തമം ഏറ്റവും നീചനായ, അസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, സത്തും അസത്തും ഉണ്ട് അല്ലെ. സത്ത് ഏറ്റവും നല്ലത്, അസത്ത് എന്ന് വെച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ളത്. സത്തും അസത്തും, അതിൽ ഭൂതദ്രുഹ അസത്തമം. അപ്പൊ നമ്മൾ ഇതിനകത്ത് വാക്കുകൾ ഏതൊക്കെയാണ് പിരിക്കേണ്ടതെന്ന് ഓർക്കണം. സർവാസ്ത്രസ്യന്തേ, സർവാഹ അല്ലെ, സർവാഹ. പിന്നെന്താ? ത്രസ്യന്തേ. അതുപോലെ സാധ്വസാധ്വിഭിഹി, സാധ്വ എന്ന് പറഞ്ഞാല് സ്വാധ്വി എന്ന് വിളിക്കുകയാണ്. സ്വാധ്വി അസാധുഭിഹി, അവിടെ ആ ഒരു സാധ്യ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവിടെ പിന്നെ പറയാതെ സാധ്വസാധുഭിഹി ഒന്നിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പിരിക്കുന്നത് പോലെ തന്നെ സാധ്വ അസാധുഭിഹി. പിന്നെ എന്താണുള്ളത്? കീർത്തിരായുർ, കീർത്തിഹി പ്ലസ് ആയുഹു പ്ലസ് ഭഗഹ. പിന്നെ ഹ്യാർത്ഥാനാം ആർത്തി നിഗ്രഹ, അവിടെ എങ്ങനെ പിരിക്കും? ഹി ആർത്ഥാനാം ആർത്തി നിഗ്രഹ. പിന്നെ ഭൂതദ്രുഹം അസത്തമം, ഭൂതദ്രുഹം ഒന്നിച്ചെടുക്കുക,
അസത്തമാദേശിയാണ്. അത്രയുമാണുള്ളത്. യസ്യ രാഷ്ട്രേ പ്രജാ സർവ ത്രസ്യന്തേ സാത്വസാത്വിഭിഃ തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർഭഗോ ഗതിഃ. ഏഷ രാജ്ഞാം പരോ ധർമ്മോ ഹ്യർത്ഥാനാമാർത്തി നിഗ്രഹഃ അത ഏനം വധിഷ്യാമി ഭൂതദ്രുഹം അസത്തമം. ആരാ വായിക്കാം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കട്ടെ മാതാജി? വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 10-11. യസ്യ രാഷ്ട്രേ പ്രജാ സർവാ ത്രസ്യന്ത്യ സാധു സാധുഭിഃ തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർഭഗോ ഗതിഃ. ഏഷ രാജ്ഞാം പരോ ധർമ്മോ ഹ്യർത്ഥേനാമാർത്തി നിഗ്രഹഃ അതയേനം വദിഷ്യാമി ഭൂതദ്രുഹമസത്തമം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കീർത്തിരായുർ ഭഗോ ഗതി അല്ലേ പ്രഭു? പുസ്തകത്തില് ഗതിയാണോ മതിയാണോ എന്താ തന്നിരിക്കുന്നത്? ഹരേ കൃഷ്ണ. എന്റെ പുസ്തകത്തിൽ ഗതിയാണ്. ഗതി എന്നാണല്ലോ മാതാജി. ഗതിയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളൂടെ വായിക്കുന്നോ? ഹരേ കൃഷ്ണ മാതാജി. വായിക്കട്ടെ? വായിച്ചോട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്യ രാഷ്ട്രേ പ്രജാ സർവ ത്രസ്യന്തേ സാധ്യസാധ്വിഭിഃ തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർഭഗോ ഗതിഃ. ഏഷ രാജ്ഞാം പരോ ധർമ്മോ ഹി ആർത്താനാം ആർത്തിനിഗ്രഹ അത ഏനം വദിഷ്യാമി ഭൂതദ്രുഹ അസത്തമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം നമുക്ക് നോക്കാം. ട്രാൻസ്ലേഷൻ പത്മശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയം. ഇവിടെ വിവർത്തനത്തെ പറഞ്ഞിരിക്കുന്ന അല്ലയോ സാധ്വി. ആരെയായി വിളിക്കുന്നത്? സാധ്വി എന്ന് പറയുന്നത് ഭൂമിദേവിയല്ലേ? അല്ലയോ സാധ്വി. ഭൂമി ആരുടെ രൂപത്തിലാണ് അവിടെ വന്നിരിക്കുന്നത്? പശുവിന്റെ. പശുവിന്റെ. എന്തിനാ പശുവിന്റെ രൂപത്തിൽ വന്നത്? എന്തിനാ പശുവിന്റെ രൂപത്തിൽ വന്നത്? ധർമ്മിഷ്ഠരായ ആൾക്കാർക്ക് മറ്റു രൂപങ്ങളെക്കാൾ ഏറ്റവും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഏറ്റവും പരിപൂർണവും ഭഗവാൻ ഇഷ്ടപ്പെടുന്നതും ഒക്കെ പശുവിനെയാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഏറ്റവും നല്ല ഒരു കുലമായി പശുവിനെ നമ്മളെ എപ്പോഴും പൂജ ചെയ്യാനും, നമ്മുടെ കേരളത്തെ കൂട്ടണ്ട, ബാക്കി എല്ലായിടവും കേരളത്തിൽ അങ്ങനെ പൂജയൊന്നുമില്ല. പശുവിനെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിലും പൂർണ്ണമായിട്ട് നമ്മൾ ബുക്കുകളും ശാസ്ത്രങ്ങളും പഠിക്കുമ്പോൾ പശുക്കൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ എന്തിനാണ് കൃഷ്ണൻ പശുവിനെയും സുരഭിയെയും കൊണ്ടുവന്നതെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലെ? സുരഭിയെ കാണുമ്പോൾ എന്തുണ്ടാകും? ഭഗവാനെ ഇന്ദ്രനോട് സ്നേഹം തോന്നും അല്ലെ? അപ്പം സുരഭിയം കൊണ്ട് വരുമ്പോഴേ ആ പശുവിനോടുള്ള ആ ഒരിത്, ആ ഗോക്കളോടുള്ള ഭഗവാന്റെ ആ പ്രേമത്തെ അഥവാ ഇഷ്ടത്തെ അറിയാവുന്നത് കൊണ്ടാണ് അവിടെ സുരഭിയുമായിട്ട് വന്ന് ഗോവിന്ദാഭിഷേകം നടത്തിയത്. അതുപോലെ ഇവിടെ പശുവിന് ഈ രൂപം എടുത്തിരിക്കുന്നത് ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ധർമ്മത്തിന്റെ പ്രതീകമായിട്ട് കളയെ നിർത്തിയപ്പോൾ ഇവിടെ പശു എല്ലാം സഹിച്ചുകൊണ്ട് ഭൂമി ദേവി ഇങ്ങനെ വന്നു, പശുവിന്റെ രൂപത്തിൽ വന്നു. അപ്പം അവിടെ പറയാണ്, അല്ലയോ സാധ്വി, സ്വന്തം രാജ്യത്തെ സർവ്വ ജീവജാലങ്ങളും ദുഷ്ടന്മാരാൽ ഭയപ്പെടുത്തപ്പെടുമ്പോൾ രാജാവിന്റെ സത്കീർത്തിയും ആയുസ്സും ശ്രേഷ്ഠതാപൂർണമായ പുനർജന്മവും പെട്ടെന്ന് ശൂന്യമാകും. ദുഃഖിതരുടെ ദുരിതങ്ങൾ അകറ്റുകയാണ് രാജാവിന്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം. ആകയാൽ മറ്റ് ജീവികളോടെ വളരെ ക്രൂരമായി പെരുമാറുന്നതിനാൽ അത്യന്തം നീചനായ ഈ മനുഷ്യനെ ഞാൻ നിശ്ചയമായും വധിക്കും. അവിടെ രാജാവ് പ്രജകൾക്ക് സംരക്ഷണം നൽകുകയാണ്. പ്രജകൾ ഭയക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചു കൊള്ളാം എന്ന് രാജാവ് കൊടുക്കുന്ന വാക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് സാധാരണയായി ഒരു രാജ്യത്തിൽ പല ജീവജാലങ്ങൾ പലതരത്തിലുള്ളവരായിരിക്കും. മനുഷ്യർ തന്നെ ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാകുന്ന അവസരത്തിൽ ഇപ്പം ഇവിടെ നമ്മളെ ഈ ഹില്ലി ഏരിയാസിലൊക്കെ വയനാട് ആ ഭാഗത്തൊക്കെ നമ്മൾ പലപ്പോഴും പേപ്പറിൽ കാണാറുണ്ട് അല്ലെ? യാത്ര കഴിഞ്ഞ് വരുന്ന വണ്ടിയിലും മറ്റും ഓടിച്ചു വരുന്ന അവസരത്തില് മൃഗങ്ങൾ കയറി നടുക്ക് നിൽക്കുകയും റോഡിൽ തന്നെ പല അപകടങ്ങൾ സംഭവിക്കുകയും അല്ലെ പലരും മരിച്ചു പോകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ പ്രദേശത്താണ് നമ്മൾ ചെന്ന് റോഡ് വെട്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കുക, നമ്മൾ യാത്ര ചെയ്തു പോകുന്നത്. അതൊരു കാര്യമാണ്. അവർക്ക് പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ അവരിഷ്ടപ്പെടാതെ വരുന്നു. അവിടെ നീതിന്യായം നമുക്ക് പറയാൻ
പറ്റുകയില്ല. അപ്പം അവയെ പല പ്രദേശത്തും കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ, പട്ടണമായാലും ശരി ഗ്രാമമായാലും ശരി, അവിടെ സംരക്ഷിക്കാനുള്ള ചുമതല ആരുടെ കയ്യിലാണ്? നമ്മുടെ സർക്കാരിന്റെ കയ്യിലാണ്, ഗവൺമെന്റിന്റെ കയ്യിലാണ്. അന്ന് രാജാക്കന്മാരുടെ കയ്യിൽ തന്നെയായിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു? പലതരം സ്പൈ വർക്ക്, പല ഭാഗത്തും ചാരന്മാരെ നിർത്തി രാജ്യത്ത് നടക്കുന്ന അധർമ്മത്തെ കുറിച്ച് അവർ മനസ്സിലാക്കുകയും അതിന് വേണ്ട നടപടികൾ അവരെടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ്? നടപടി എടുക്കുക മാത്രമല്ല, അധർമ്മം നടത്തുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ആ ഒരു രീതി കൂടിയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ കലിയുഗ പ്രഭാവത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം കള്ളന്മാരെ, കൊള്ളക്കാരെ, കൊലയാളികളെ തുടങ്ങിയ സാമൂഹ്യ വിരുദ്ധരെ ഒരു വധിച്ചു കളയേണ്ടത് സർക്കാരിന്റെ കർത്തവ്യമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെ ഇല്ലാതാക്കേണ്ടത് സർക്കാരിന്റെ കർത്തവ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്ന് അവരെയൊക്കെ സംരക്ഷിക്കേണ്ടതായി മാറിയിരിക്കുകയാണ് സർക്കാരിന്റെ കർത്തവ്യം എന്നുള്ളതാണ് വ്യത്യാസം. അപ്പം ഈ മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവയും പ്രജയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ വിളിച്ചുകൊണ്ടുപോയി കശാപ്പുകാർ എന്ത് ചെയ്യുന്നു? അത് വധിച്ചിട്ട് വിൽക്കുന്നു. അതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന മാറ്റം. അപ്പം പ്രജയെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, പ്രജയെന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു രാജ്യത്തിൽ ജന്മമെടുത്തിട്ടുള്ള ഏതൊരു ജീവിയെയും ജന്തുവിനെയും, നമ്മൾ ജന്തു പറയുമ്പം ഒരു മോശമായ വാക്കായിട്ട് വരും അല്ലേ, എന്ത് ജന്തുവാണിത് എന്നുള്ളത്. പക്ഷേ ജീവൻ എടുത്തിട്ടുള്ള ഒരു അതിനെയൊക്കെ സംരക്ഷിക്കേണ്ടത് ഇവരുടെ സർക്കാരിന്റെ കർത്തവ്യമാണ് എന്നുള്ളതാണ്. അപ്പം പ്രജ എന്നാൽ രാജ്യത്ത് ജന്മമെടുത്ത മനുഷ്യരും മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമാണെന്ന് ആരും മറക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു രാജ്യത്തെ രാജാവിന്റെയും കീഴിൽ അവർക്കെല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവസരം നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രകൃതി തന്നെ പല വിധത്തിലുള്ള ഭൂപ്രദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ജീവിക്കാൻ എന്താണ് പണ്ടത്തെ കാലത്ത്, ഇന്നും വലിയ ഉണ്ടായി സിറ്റികളൊക്കെ വന്നു. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. സമുദ്രത്തോടോ അല്ലെങ്കിൽ പിന്നെ നദീതടങ്ങളോടോ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് സംസ്കാരം ഉടലെടുത്തത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെ ഭാരതത്തിൽ ഏത് സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ? പിന്നെ ഓരോ രാജ്യങ്ങളിലെ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മൾ ചരിത്രത്തില് അല്ലെ. അതൊക്കെയാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം. ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടെങ്കിലും ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് അതൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണ്? ഒരുവിധം അങ്ങനെയുള്ള ഓരോരുത്തരുടെയും മനുഷ്യന്റെ ലെവല് വ്യത്യാസമാണ്. ഒരുവിധം ആ രീതിയിൽ ജന്മമെടുത്തവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യപ്രദമായ സ്ഥലങ്ങൾ ഒരു ഭാഗത്ത്, അതുപോലെ കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട ജനങ്ങൾക്ക്, ഹാർഡായി ജീവിക്കുന്നവർക്ക്, അവർക്ക് ജീവിക്കാനുള്ള മലമ്പ്രദേശങ്ങളും മലഞ്ചെട്ടുകളും വേറൊരു ഭാഗത്ത്. അപ്പം പ്രകൃതി തന്നെ അതിനനുസരിച്ച് ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ പ്രകൃതിയെ തന്നെ വിഭജിക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ജീവജാലങ്ങൾ പലയിടത്ത് ജീവിച്ചത്. അപ്പൊ വനമാണെങ്കിൽ മൃഗങ്ങൾക്കും അതുപോലെ പക്ഷികൾക്കും ജീവിക്കത്തക്ക രീതിയിലുള്ള പ്രകൃതി സംരക്ഷണം, പ്രകൃതിയെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അങ്ങനെ പശുവിനായാലും കാളയ്ക്കായാലും മറ്റുള്ളവർക്കായാലും അതുപോലെ ഈവൻ ഒരു മരങ്ങൾക്ക് പോലും ജീവിക്കാനുള്ള അവസരം നൽകണം. നമുക്ക് അത്യാവശ്യമായി മരം മുറിക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യും? നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല ആശാരിമാരൊക്കെ വന്നിട്ട് അവരെന്ത് ചെയ്യും? ആ മരത്തോട് അനുവാദം വാങ്ങിച്ചിട്ട് അല്ലെ, അതിനെക്കുറിച്ച് ആദ്യമേ അതിനെ സ്തുതിച്ചതിന് ശേഷം അതിനെ അനുവാദം വാങ്ങിച്ചതിന് ശേഷമേ അതിനെ അറുത്തെടുക്കുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പലരും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ പോകുന്നു, മരം തടി വാങ്ങിച്ചുകൊണ്ട് വരുന്നു. പക്ഷെ ഇത് സാധാരണയായി അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവസരം നൽകപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെല്ലാം രാജാവിന്റെ സംരക്ഷണത്തിന് കീഴിലാണ്. അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള അവകാശവുമുണ്ട്. അപ്പം അതുപോലെ വളർത്തു മൃഗങ്ങളായ പശുക്കള്, കാളകള്, ഇവരൊക്കെ മനുഷ്യനോട് അടുത്ത് ജീവിക്കുന്നവരാണ്. അവയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ അഥവാ ഇവിടെ സർക്കാരിന്റെ കർത്തവ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഒരിക്കലും ഭയന്ന് ജീവിക്കേണ്ട ഒരവസ്ഥ ഒരു പ്രജകൾക്ക് വരുത്താതിരിക്കാൻ ഒരു രാജാവ് വളരെയധികം
ശ്രദ്ധാലുവായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ടും ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നോർത്താണ് രാജാവ് അത്ഭുത പരതന്ത്രനായി മാറിയത് എന്ന് നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ വന്നാലും ശരി രാജ്യത്ത് കുഴപ്പം സൃഷ്ടിക്കുന്നവരെ ഉടൻ തന്നെ അമർച്ച ചെയ്യണം. അതുപോലെ വന്യമൃഗങ്ങളെയും മറ്റു മൃഗങ്ങളെയും കൊല്ലുന്നത് പോലെ ഇവിടെ എന്താണ് സാത്വികരായ മനുഷ്യരെ പോലും കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം അസുര സ്വഭാവവും ദേവസ്വഭാവത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ഹിരണ്യകശിപുവിന്റെ കാലത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ആസുരീയ ഭാവങ്ങൾ ഉടലെടുക്കാറുണ്ട് എന്നും നമുക്കറിയാവുന്നതാണ് അല്ലെ. അവിടെയാണ് ഡിസോർഡർ ഉണ്ടാകുന്നതും. അപ്പോഴാണ് എന്താണ് ആ ഒരു അധർമ്മം ഇല്ലാതെയാകുമ്പോൾ അധർമ്മം ഇല്ലാതെയാകുമ്പോൾ അധാർമികളായ മനുഷ്യർ കൂടുതലായി ഉണ്ടാകുമ്പോൾ ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രൂപത്തിൽ ഇവിടെ വന്ന് ഭഗവാൻ അതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഏതൊരു ജീവജാലമായാലും ഭഗവാന്റെ പുത്രന്മാരാകുന്നു എന്നാണ് ശ്രീലപ്രഭുപാദിൽ പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായിട്ട് എല്ലാവരെയും അതുപോലെ ധർമ്മസംഹിതകളിൽ പറഞ്ഞിട്ടുള്ളതിനനുസരിച്ച് എവിടെയാണ് ഇന്നാണ് ധർമ്മസംഹിത വന്നിട്ടുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ല. ഭഗവാന്റെ മുഖത്ത് നിന്ന് തന്നെ ഉത്ഭവിച്ചവയാണ്, ഭഗവാന്റെ വാക്കിൽ നിന്ന് വന്നവയാണ് ധർമ്മസംഹിതകള്. അങ്ങനെ വേണ്ട രീതിയിൽ അതിനെ അനുശാസിക്കപ്പെടണം എന്ന് വെച്ചാൽ അതിനെ വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോകാത്ത പക്ഷം എന്താണ് ആ സമൂഹത്തിൽ ഡിസോർഡർ ഉണ്ടാകും. അപ്പൊ നമുക്കറിയാം കടുവയെ കാണുമ്പോഴേ നമുക്ക് ഭയമാണ്. കടുവയായാലും ലയണായാലും ഒക്കെ ഭയം ഉണ്ടാകാം. പക്ഷേ അവയ്ക്കും ജീവിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത് ഭഗവാനാണെന്ന് നമ്മൾ മറക്കരുത്. നമ്മൾ അതിൻ്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് അതിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ജീവിയെയും വധിക്കാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ്. ഇവരെല്ലാം ഈശ്വര സൃഷ്ടിയാണ് എന്ന് മറക്കരുത്. അപ്പൊ അങ്ങനെ ഒരു രീതിയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ വധിക്കുന്നത്. അപ്പൊ നമ്മൾ കൊതുകിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഈച്ചയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഉറുമ്പിനെ കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈശ്വര സൃഷ്ടിയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ നിലനിൽപ്പിനായി നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ആവശ്യമില്ലാതെ വധിച്ച് നമ്മുടെ നാക്കിന് രുചിക്ക് വേണ്ടിയാണ് പലരും ഇത് ചെയ്യുന്നത്. അപ്പൊ ഈശ്വരൻ കൽപ്പിച്ചു നൽകിയ വിവിധ ങ്ങളായ ധാന്യങ്ങളുണ്ട്, ഫലമൂലാദികളുണ്ട്, പാലുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ച് മനുഷ്യൻ ഉപജീവനം കഴിക്കണമെന്നും അല്ലാതെ മൃഗമാംസത്തിന് വേണ്ടി നാം കരയരുതേ എന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം രാജാവിന് ഇതൊക്കെ കണ്ടപ്പോഴേ വളരെയധികം പ്രയാസമുണ്ടായി. അങ്ങനെ ആ ഒരു മഹാചിന്തകനെ പോലെ അഥവാ വിദ്വാനെ പോലെ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുക. അപ്പൊ ഈ അന്ന് തുടങ്ങിയ ആ ഒരു കലിയുഗത്തിലേക്കുള്ള അന്നത്തെ കയറ്റമാണ്. ആ ചെറിയൊരു എക്സാമ്പിളാണ് ഇന്ന് ഈ രീതിയിൽ സമൂഹത്തെ അധപ്പതിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം പ്രത്യേകിച്ച് പറയുന്നു, ഭരണത്തലവന്മാർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ജാഗരൂകരായി ഭരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈശ്വരന്റെ ധർമ്മസംഹിതകളെ കുറിച്ച് അറിഞ്ഞോട്ടാത്തവരാണ് കൂടുതൽ ആൾക്കാരും. അവരാണ് ഈ നിരുത്തരവാദപരമായ കാര്യങ്ങൾ കൈക്കൊള്ളുന്നത് എന്നും പ്രഭുപാദർ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓരോ കാര്യങ്ങളും ശ്രീലപ്രഭുപാദർ ഓരോ എക്സാമ്പിൾ വെച്ചിട്ടാണ് ആ പുസ്തകമുള്ളവര് അതിന്റെ പർപ്പോട്ട് വായിക്കണം. ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. സർക്കാർ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന സർക്കാർ പരമ്പരവിധികളായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിരപരാധികളും നിഷ്കളങ്കരുമായ പാവമൃഗങ്ങളെ വധിക്കാൻ അനുവദിക്കരുത് എന്നിവിടെ പറഞ്ഞു. നമുക്കൊരു വാണിംഗ് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്നത്തെ സമൂഹം നിലനിന്നു പോകുന്നു. അതിൽ നിന്ന് നമ്മൾക്ക് അറിവ് നമ്മൾ നേടിയെടുക്കുന്ന അറിവാണ് നമ്മൾക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുവാൻ കഴിയുന്നത്. കാരണം നമ്മളിൽ നിന്നെങ്കിലും കുറച്ചു പേരെങ്കിലും ധർമ്മത്തിനനുസരിച്ച് വന്നാൽ എല്ലാവരെയും കൊണ്ടുവരിക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം നല്ല രീതിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവര് അല്ലുവ സാഹചര്യം അനുസരിച്ച് വരുന്നവര്. പണ്ട് ഞാനൊരു ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ട് എങ്ങനെയാ പ്രഭാതര ആ വ്യക്തിയെ നല്ലവനാക്കി മാറ്റി, കഥ പറയാൻ ഇപ്പൊ സമയമില്ല. അങ്ങനെ പല രീതിയിലും ഉപദേശങ്ങൾ കൊണ്ടോ
അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ഒരു വ്യക്തിക്ക് നന്നായി വരാൻ കഴിയും. അതിനുള്ള സാഹചര്യങ്ങൾ നൽകാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി. അതിന് ഭരണത്തലവൻ രാജാവ് ആ ഈശ്വരന്റെ നിയമം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് അജ്ഞരായിട്ടുള്ള ആൾക്കാർക്ക് നല്ല ബോധം നൽകി അവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നിവിടെ ശ്രീലപ്രഭുപാദ ധർമ്മ സംഹിതയെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈശ്വരന്റെ ഹിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈശ്വര സൃഷ്ടിത നിയമങ്ങളിൽ നമ്മൾ ബദ്ധരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ബദ്ധരല്ല എന്ന് കാണിക്കുകയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അത് കാണിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം നിർത്താം. അപ്പം